പ്രതീക്ഷിച്ച ഒരു ലോകേഷ് കനകരാജിൻ്റെ ഒരു ഇത് കിട്ടിയില്ല. രജനീകാന്തിൻ്റെ ഒരു മാസം കാണാനൊന്നും പറ്റിയില്ല. കിടിലം സാധനം. ലോകേഷ് കനകരാജ്, അനിരുദ്ധ് ഒരു രക്ഷല്ല, രജനീകാന്ത്, നാഗാർജുന, സത്യരാജ്, ശ്രുതിഹാസൻ തുടങ്ങിയിട്ടുള്ള ഉപേന്ദ്ര, അമീർ ഖാൻ തുടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ താരതര പടം ബമ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഒരു 700 കോടി കളക്ട്. BGM ഒക്കെ പൊളി, ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇതിനെക്കാട്ടി അടിപൊളി, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ശ്രുതിഹാസൻ പൊളിയാണ്. അടിപൊളി പണം തിരിച്ചാണ്. ഒരു 700 കോടി കളക്ട് ചെയ്യുന്നതായിരിക്കും സംശയം വിചാരിക്കും. പണം പറയുന്നത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ടോട്ടൽ ഇമോഷൻസും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു ആക്ഷൻ ആണെങ്കിലും എലമെന്റ്സ് എനിക്ക് കൂടുതൽ വർക്കായത് ടോwards എൻഡാണ്. എസ്പെഷ്യലി അവസാനത്തെ കുറേ ഭാഗങ്ങളാണ് എനിക്ക് കൂടുതൽ. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മാസ് എലമെന്റ്സ് പ്രതീക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സിനിമയിൽ വേണ്ടി. അത് കൂടുതൽ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ്. എന്ന് വെച്ചാൽ എനിക്ക് കൈയടിക്കാനൊക്കെ തോന്നിയത് കൂടുതൽ സെക്കൻഡ് ഹാഫ്. സാർ വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലർ പോലത്തെ സാധനമല്ല ഇത്. ദിസ് ഇസ് മോർ ഓഫ് ലോകേഷ് സാറിന്. പൊതുവെ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾക്കൊരു സട്ടിൽ സ്വഭാവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജയിലറിൽ കാണുന്ന ഒരു തട്ടുപൊളിപ്പൻ മാസല്ല കൂലിയിൽ കാണുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഇരുത്തം വന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും സംഭവങ്ങളിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ അത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ഫിലിം പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡിൽ വീണ്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോർമുല എലമെന്റ്സ് അവന് ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെലവൻസ് ഉള്ള സാധനം അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും ഉള്ള സമയം കൊണ്ട് അദ്ദേഹം നാഗാർജുന സാറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തപ്പോൾ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിന് ഒപ്പം അഭിനയിച്ചുള്ള എനിക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കാലിബറൊക്കെ ശരിക്കും ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി അദ്ദേഹം ഇതുപോലെ ഒരു ക്യാരക്ടർ എടുത്തു എന്നുള്ളത്. കാരണം പുള്ളി അവിടെ സ്റ്റാറാണ്, അവിടെ നായകൻ ചെയ്യുന്ന ഒരാൾ ഇങ്ങനൊരു ക്യാരക്ടർ എടുത്ത് ഭയങ്കര സ്വാഗതമായിട്ട് നല്ല ഗംഭീരമായിട്ട്. അല്ല എനിക്ക് തോന്നുന്നു ഈ ആക്ടേഴ്സിനെ വെച്ച് പാക്ക് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് ഡെലിവറി ചെയ്തു. അദ്ദേഹത്തിന് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്വാഗ് ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വയസിദ്ധമായിട്ടുള്ളൊരു ഈസിനെസ് ഉണ്ടല്ലോ, അത് വളരെ രസമായിട്ട് പുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു ട്രീറ്റാണ് നമുക്ക് മൊത്തത്തിൽ അത് കാണുന്നത്. അദ്ദേഹം ചെറുതായി തമിഴൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര രസമായിട്ട്. സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് എലമെന്റിലേക്ക് കുറച്ച് കൈയടിക്കാനുള്ള എലമെന്റും ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് വിദഗ്ധമുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൽ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറേ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ സ്റ്റൈലായിരുന്നു. രജനി പടം ഗംഭീര മിക്സ് ആയിട്ടാണ്. പക്ഷെ നമുക്ക് ജയിലർ കാണുന്ന പോലെ രജനി പടം ജയിലറിലൊക്കെ സെക്കൻഡ് ഇത്രവൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തെറിച്ച് അതിന് മ്യൂസിക്കിന് കോരിത്തെറിച്ചതാണ് ആ സാധനമല്ല. പിന്നെ നമുക്ക് സവാരിയിലെ എലമെന്റുകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആമിർ ഖാനൊക്കെ ആമിർ ഖാൻ ഈ പറഞ്ഞ ആവശ്യമൊന്നുമില്ല. കാരണം ആമിർ ഖാനൊക്കെ മിനിറ്റാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ആമിർ ഖാനൊക്കെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ നാഗാർജുനൊക്കെ നല്ല കിടിലം വില്ലന്മാരൊന്നും ഒന്നുമല്ലത്. ആ ജയിലറിൻ്റെ ഒക്കെ ഇതുകൊണ്ടിട്ടാണ് നമ്മൾ പോയത്. അതിന് വിനായകൻ്റെ പെർഫോമൻസ് നമ്മൾ അത്ഭുതപ്പെട്ടു. അതിൻ്റെ 7 ആക്കട്ടെ സൗബിനായാലും നമ്മുടെ നാഗാർജുനായാലും ഇത് വില്ലന്മാരെത്തി. പ്രത്യേകിച്ച് അത്ര ഒരു തക്ക വില്ലൻ്റെ ആവശ്യമില്ല, അത്ര ഒരു ഹൈപ്പുള്ള വില്ലൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു സാധാരണ പടമാണ്, ഒരു ആവറേജ് മൂവിനെ പറയാൻ പറ്റും. പടം ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് നിരാശ അനുഭവിച്ചത്. കാരണം ഫസ്റ്റ് ഹാഫ് വളരെ ലാഗാണ്. സെക്കൻഡ് ഹാഫാണ് പിന്നെയും കുറച്ചുകൂടെ പടം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലോകേഷ് കനകരാജിൻ്റെ ഒരു ഇത് കിട്ടിയില്ല. രജനീകാന്തിൻ്റെ ഒരു മാസം കാണാനൊന്നും പറ്റിയില്ല.
സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ദൈവപുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചേട്ടൻ ധർമ്മസൂര്യ സ്റ്റൈലിലല്ല സിനിമ കാണാൻ വന്നേക്കാം. കപാലിക്ക് ഭാഷ